ചേച്ചി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് നടക്കുന്നത്, ചെറുതായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ചേച്ചി മാത്രമേ എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വരാൻ പാടുള്ളൂ. അയാൾ ഇവിടെ വരരുത്. മനസ്സിലായല്ലോ? എടാ ശരത്തേ, നീ ഇത്രയും വളർന്ന് വലുതായോ? നീ ഇത്രമാത്രം പറയാനും ഉപദേശിക്കാനും മാത്രം നീ വളർന്നോ? നീ എന്നാടെ എത്ര വളർന്നേ? സച്ചേട്ടനെ അകറ്റി നിർത്താൻ മാത്രം എന്ത് തെറ്റാണ് സച്ചേട്ടൻ നിന്നോട് ചെയ്തേ? എന്ത് ചെയ്താലും ശരി, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, അയാൾക്ക് എന്നോട് വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫംഗ്ഷന് അയാൾ വരാൻ പാടില്ല. അഥവാ ചേച്ചി അയാളെ കൊണ്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ശരത്ത് ഈ ഫംഗ്ഷനിലുണ്ടാവില്ല. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പന്നിരിപ്പിൻ്റെ കഥയാണ് പാവം സ്നേഹമയനായ സച്ചിയെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ശരത്ത് മാറ്റി നിർത്തുന്ന ഭാഗമാണ് കേട്ടോ. അതുകൂടാതെ രവീന്ദ്രൻ്റെ വിഷമങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും ചെമ്പന്നിരിപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി തോർത്തു കൊടുത്ത വിഷമത്തിൽ രവീന്ദ്രൻ ഇങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ മോൻ എന്നാലും എനിക്കിത് മേടിച്ചു തന്നല്ലോ, അവനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവൻ ചെറുപ്പം മുതൽ കാണുന്നത് തേഞ്ഞ ചെരുപ്പും കീറിയ ഷർട്ട് തുന്നിയിട്ട് നടക്കുന്ന അച്ഛനെ ആണല്ലോ. അപ്പോൾ പിന്നെ അവൻ്റെ മനസ്സിൽ അങ്ങനെ രൂപമാകുമ്പോൾ എനിക്ക് തന്നെയല്ലേ അവൻ മേടിച്ചു തരുള്ളൂ. അതുകൊണ്ട് അവന് കുറ്റം പറയാൻ പറ്റില്ല. അവൻ ഇത് വാങ്ങി തന്നതിന് എനിക്ക് സന്തോഷം എന്ന് മനസ്സ് വിങ്ങിക്കൊണ്ട് രവീന്ദ്രൻ പറയാണ്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് രേവതിക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, സച്ചി പറയാണ്, അതെ ഈ സാരി 20,000 ഇവിടെ സാരിയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കൊള്ളാം, സൂക്ഷിക്കണം. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ പറയാണ്, അച്ഛാ ഇത് ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവൻ ഒരുമാതിരി പൈസ ഒന്ന് ചിലവാക്കിയിട്ടുണ്ട്, നല്ല പൈസ ചിലവായിട്ടുണ്ട്. അച്ഛൻ ചോദിക്കുക അവനോട്, എവിടെ നിന്ന് എത്രയും പൈസ എന്ന് ചോദിക്കുക അച്ഛൻ അവനോട് എന്ന് പറയാണ് സച്ചി രവീന്ദ്രനോട്. ഇപ്പം തന്നെ അവന് ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ട്, അവൻ ഇത്രയും പൈസ എവിടെ നിന്നാന്ന് ചോദിക്കുക അച്ഛാ, ഇവൻ ആരുടെ അടുത്തുനിന്ന് കടം മേടിച്ചു, ഇനി അടുത്ത പ്രശ്നം ഒക്കെ നമുക്ക് കണ്ടറിയണം. അച്ഛൻ ചോദിക്കച്ച അവനോട്, ഇത് എവിടുന്ന് അവന് ഇത്രയും പൈസ എന്ന് ചോദിക്കച്ചാന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം. അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ശ്രുതി പറയണം, ഞാൻ ആരുടെയും കട്ടാവുന്നല്ല, എനിക്ക് എന്താ, ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് അല്ല, എനിക്ക് പൈസ വന്നൂടെ, എനിക്ക് ഏത് വഴി കൂടെ വേണം പൈസ വന്നൂടെ. അപ്പോൾ ശ്രുതി പറയണം, സച്ചി നീ വിചാരിക്കുന്ന പോലെ അല്ല, ശ്രുതിക്ക് എന്താ ഇതൊന്നും മേടിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി സച്ചിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചന്ദ്രൻ പറയാം, മക്കളെ അവൻ ഇതൊക്കെ പറയും, നിങ്ങളതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കി പറയാണ്. അപ്പോൾ സച്ചി പറയണം അമ്മോട്, സൂക്ഷിച്ചോ, 20,000 ഇവിടെ സാരിയും ചുറ്റി റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ പൈസ കടം മേടിക്കാനുള്ളൊരു പൈസ കടം തരാനുള്ളൊരു ചിലപ്പോൾ സാരിയോട് കൂടി പൊക്കിയെടുത്ത് കൊണ്ടുപോകും പറയുമ്പോൾ ചന്ദ്രനെ പേടിക്കുകയാണ്. അപ്പോൾ സച്ചി ഇത് പറയണ കേൾക്കുമ്പോൾ ശ്രുതി പറയണേ, ഇല്ലമ്മേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയണം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ രവീന്ദ്രൻ പൂമുഖത്ത് വന്നിരിക്കുകയാണ്. രവീന്ദ്രൻ ഭയങ്കര വിഷമത്തിൽ ശ്രുതി ഇങ്ങനെ വീണ്ടും ആ തോർത്ത് തന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. രവീന്ദ്രൻ നിന്ന് കരയാണ്. അത് കണ്ടിട്ട് സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് പറയാം, അച്ഛൻ എന്തിനാണ് വിഷമിക്കണേ? അച്ഛൻ ഒരുപാട് സങ്കടമായല്ലേ അവൻ പറഞ്ഞത്, അച്ഛൻ എന്തിനാ അതൊക്കെ ഓർത്തിട്ട് വിഷമിക്കണേ പറയുമ്പോൾ അവന് ബുദ്ധിയില്ലാത്തവനല്ലേ പറയുമ്പോൾ രവീന്ദ്രൻ പറയണം, അല്ലടാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ബുദ്ധിയുള്ളവൻ അവനായിരുന്നു. അത് കാരണം അവനെപ്പറ്റി എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അവൻ ഇപ്പോൾ നമ്മളെ വിചാരിച്ച രീതിക്കല്ല പോണത്, അവൻ വേറൊരു ശ്രുതി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അവനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ സച്ചി പറയും, അവനെ പറഞ്ഞ് മനസ്സിലാക്കണം അച്ഛാ, അവൻ്റെ ഈ വിഡ്ഢിത്തരം അവൻ്റെ ഈ ബുദ്ധിയില്ലായ്മ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പോൾ രവീന്ദ്രൻ പറയണം, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റുമോ, അവൻ എൻ്റെ മോനല്ലേ, എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവനല്ലേ, അവൻ്റെ കളിയും ചിരിയല്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും അവനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ സച്ചി, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ. എന്നിട്ട് രവീന്ദ്രൻ എന്നെ കരയാണ്. അപ്പോൾ സച്ചി പറയും, അച്ഛനിങ്ങനെ വിഷമിക്കല്ല അച്ഛൻ, അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആരും സ്നേഹിച്ചില്ലല്ലോ, ഞാൻ സ്നേഹിക്കണ്ടല്ലോ അച്ഛന് കുറേ സാധനങ്ങളും പണവും 20,000 രൂപയുടെ സാധനങ്ങളും 1,00,000 രൂപയുടെ സാധനങ്ങളും ഒന്നും തരാൻ സച്ചിക്ക് നിവർത്തിയില്ല. പക്ഷേ എല്ലാവരും സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റും, ഏറ്റവും കൂടുതൽ ഞാൻ അച്ഛനെ സ്നേഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും ഇതൊന്നും ഓർത്ത് വേദനിക്കല്ലേ അച്ഛാ എന്ന് പറയാണ് സച്ചി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ്, എനിക്കറിയാടാ, എല്ലാവരെക്കാട്ടിലും കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ശ്രുതി എൻ്റെ മോനല്ലേടാ, എൻ്റെ മൂത്ത മോനല്ലേ പറയുമ്പോൾ സച്ചി പറയും, അച്ഛൻ ശ്രുതി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ, സാരല്ലേ അച്ഛാ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയാണ്, എനിക്കറിയാം, ഞാൻ എവിടെ വീണാലും നീ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. സച്ചി രവീന്ദ്രൻ്റെ മടിയിൽ തലചാച്ച് രണ്ടുപേരും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഭാഗത്താണ് ചെമ്പന്നിരിപ്പും ഇങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ റൂമാണ്. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ശ്രുതി ചോദിക്കേണ്ട, ശ്രുതി നിനക്ക് സന്തോഷമായില്ലേ, ഇനി നിനക്ക് ഞാൻ സമ്മാനങ്ങൾ മേടിച്ചിരുന്നു, നിനക്കിപ്പോൾ സന്തോഷമല്ലേ? എനിക്ക് സന്തോഷമൊക്കെ ആയി, ഇത് നോക്കി നിനക്ക് ഞാൻ വേറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ ശ്രുതി, എനിക്കിപ്പോൾ ഒരു കാര്യം ചോദിക്കാണ്ട്, ഇതിനൊക്കെ എവിടുന്നാ ശ്രുതിക്ക് പൈസ? ഇപ്പം നിനക്ക് എന്നെ സംശയം അല്ല, ഇതിപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ അടുത്തേക്ക് ആയിട്ടുണ്ടാവില്ലേ? ഏകദേശം ഒരു 10ൻ്റെ അടുത്തേക്ക് ആയി. പറ ശ്രുതിക്ക് എവിടുന്ന് ഇത്രയും പൈസ? എന്താ ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചാൽ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. നീ എന്താ എൻ്റെ സംശയത്തോട് കാരണം ഇനിയിപ്പോൾ നിനക്കും എന്നെ സംശയമാണോ? അല്ല ശ്രുതി ചോദിച്ചത്, അതോ കഴിഞ്ഞ ആഴ്ച ബാങ്കിലൊരു മാനേജർ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ശ്രുതി, ക്രെഡിറ്റ് കാർഡ് കിട്ടി. ക്രെഡിറ്റ് കാർഡ് കിട്ടിയോ? ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് ഇത്രയും പൈസയ്ക്ക് ശ്രുതി സാധനങ്ങൾ മേടിച്ചു, ഇനി ഇതൊക്കെ നമ്മൾ തിരിച്ചടയ്ക്കണ്ടേ ശ്രുതി?
കടയിലത്തെ ഇതിൽ അതൊക്കെ അടഞ്ഞു പോവുമോ? ഇത് അടഞ്ഞില്ലെങ്കിൽ വലിയൊരു തുക ഇൻട്രസ്റ്റ് വരും. അതൊക്കെ അടഞ്ഞു പൊക്കോളും. നമ്മളിപ്പോൾ നല്ല രീതിക്കല്ലേ കച്ചവടം നടത്തുന്നത്, നമുക്ക് നല്ല ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അടഞ്ഞു പൊക്കോളും ശ്രുതി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ എന്ന് പറയാണ് ശ്രുതി. പക്ഷേ ശ്രുതി നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ അറിയായിരുന്നു, ഞാനത് പറഞ്ഞില്ല, ആരെങ്കിലും കമൻറ്റ് ഇടാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ആരും കമൻറ്റൊന്നും ഇട്ടില്ല. ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ അറിഞ്ഞായിരുന്നു, എനിക്കറിയായിരുന്നു ശ്രുതി ആ ക്രെഡിറ്റ് കാർഡ് കൊണ്ടാണ് ഇത്രയും പൈസ ലാവിഷായിട്ട് ചിലവാക്കിയേക്കണമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിക്കേണ്ട, ശ്രുതി സന്തോഷമല്ലേക്കുമ്പോൾ കുഴപ്പമില്ല, എന്തായാലും എനിക്ക് ഗോൾഡല്ലേ മേടിച്ചത്, അതെനിക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ, പിന്നെ ആൻറ്റിക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട് ശ്രുതി മേടിച്ചു കൊടുത്തത്, എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ അടഞ്ഞു പൊക്കൊള്ളുമല്ലേ ശ്രുതി. നീ നോക്കിക്കോ, ശ്രുതി അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആവാൻ പോവാണ് ശ്രുതി, നോക്കിക്കോ, നമ്മുടെ സാമ്രാജ്യം ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ പോവാണ്. എല്ലാത്തിനും കാരണം നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം നീയാണ് ശ്രുതി, എൻ്റെ ബലം നീയാണ് ശ്രുതി, എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതിക്ക് നല്ലൊരു ഭാവിയുണ്ട്, എനിക്കറിയാം ശ്രുതി ഇനി ഉയരങ്ങളിലെത്തും ശ്രുതി പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിനെ പുകഴ്ത്തണം, ശ്രുതിനെ പുകഴ്ത്തണം. അവർ പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു കൂട്ടുകാരെ. പിന്നെ അടുത്ത ഭാഗം വരുന്നത് രേവതിയുടെ വീടാണ്. അപ്പോൾ ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ കൈ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കേണ്ട ശരത്തിൻ്റെ കയ്യിലത്തെ പ്ലാസ്റ്റർ വെട്ടി എപ്പോൾ ചോദിക്കേണ്ട, ശരത്തെ മോനെ നിനക്ക് വേദന ഉണ്ടോ? വേദനയൊന്നും ഇല്ല അമ്മേ, കുഴപ്പമൊന്നുമില്ല പറയുന്നുണ്ട്. അമ്മേ ഇന്നിപ്പോൾ എൻ്റെ പിറന്നാളിൽ ഒരു കുഞ്ഞ് ഫംഗ്ഷനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്നാലും എൻ്റെ ബർത്ത്ഡേ ആയിട്ട് രേവതി ചേച്ചി എന്നെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്തില്ലല്ലോ പറയുമ്പോൾ ലക്ഷ്മി പറയണം, അവൾ വിളിക്കും, അവൾ മറന്നിട്ടൊന്നുമില്ല, നിന്നെ ആര് മറന്നാലും രേവതി നമ്മുടെ വീട്ടിലത്തെ ഒരു കാര്യങ്ങളും മറക്കില്ല, അവൾ വിളിക്കും, നിന്നെ വിളിച്ച് വിഷ് ചെയ്യും എന്നൊക്കെ പറയാണ്. അമ്മേ ഫംഗ്ഷൻ എന്തായാലും കേക്ക് കട്ട് ചെയ്യുമ്പോൾ രേവതി ചേച്ചിയോട് വരാൻ പറയണം, രേവതി ചേച്ചി ഇല്ലാതെ എനിക്കെന്താ എൻ്റെ ആഘോഷം, എൻ്റെ ജീവിതത്തിൽ എന്ത് വിജയം ഉണ്ടെങ്കിലും അത് രേവതി ചേച്ചിനും കൂടെ അല്ലേ, രേവതി ചേച്ചി വരാൻ പറയണം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ എന്ന്, അപ്പോൾ ചേച്ചി കൂടി വരാൻ പറയണം കേക്ക് കട്ട് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ പറയാം ചേച്ചിയോട് സച്ചേട്ടനോട് വരാൻ പറയുമ്പോൾ സച്ചേട്ടൻ ഒരിക്കലും ഇവിടെ വരരുത്, അയാൾ എൻ്റെ ഫംഗ്ഷന് വരരുത്, മനസ്സിലായല്ലോ, അയാൾ എൻ്റെ ഫംഗ്ഷന് വരാൻ പാടില്ല, ഞാൻ ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രേവതി ചേച്ചി മാത്രമേ ഇവിടെ പാടുള്ളൂ, സച്ചേട്ടൻ പാടില്ല, അഥവാ അയാളെ ഇവിടെ കൊണ്ടുവരാൻ അമ്മയ്ക്ക് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ ഫംഗ്ഷന് നിൽക്കില്ല, ശരത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയണം. ശരത്ത് നീ എന്താടാ പറയണത്, സച്ചി നമ്മുടെ വീട്ടിലങ്കല്ലേ, അവനെ മാറ്റി നിർത്താൻ പറ്റുമോ? ആരും മാറ്റി നിർത്തിയാലും ആരും മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇന്നത്തെ ഫംഗ്ഷൻ അയാൾ ഇവിടെ വന്നുകൂടാന്ന് പറയാണ് ശരത്ത്. ആ സമയത്ത് ലക്ഷ്മി ഈശ്വര ഞാൻ എങ്ങനെ രേവതിയോട് വിളിച്ചു പറയാം, ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് രേവതിയുടെ ഫോൺ വരികയാണ്. ആ മോളെ ഞാനിപ്പം നിന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തോളൂ പറയുമ്പോൾ പറയാം, അമ്മ ശരത്തില്ല എവിടെ ചോദിക്കും. ആ ശരത്തുണ്ട്, അവനെ ഒന്ന് കൊടുക്കാമേ ഫോണ് പറയാണ്. അങ്ങനെ ശരത്തിന് ഫോൺ കൊടുക്കുമ്പോൾ ശരത്തിന് ഫോൺ കൊടുക്കാൻ പറയാണ്. അപ്പോൾ ശരത്ത് ഇവിടെ അകത്തുണ്ട് മോളെ പറയണം, അവൻ ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ പോലെ വെച്ചിട്ടുണ്ട്, അവൻ്റെ കൈയൊക്കെ എങ്ങനെയുണ്ട്, ശരിയായില്ല അമ്മ ചോദിക്കുമ്പോൾ അവൻ്റെ കൈയൊക്കെ ശരിയായി പക്ഷേ തല ശരിയായില്ല മോളെ പറയാം. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ പറയും, ഫംഗ്ഷന് ഇന്നൊരു ചെറിയ കേക്കൊക്കെ മുറിച്ചിട്ട് അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കുന്നുണ്ട്, അപ്പോൾ നിന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഞാൻ വരാതിരിക്കുക, പക്ഷെ സച്ചി വരരുതെന്നാണ് അവൻ പറയണത്. അതെന്താ സച്ചിയായിട്ട് വരാതെ ഞാൻ എങ്ങനെ വരും? അറിയില്ല മോളെ, സച്ചി വരരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, നീ മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് പറയും. അമ്മ അവനൊന്ന് ഫോൺ കൊടുത്തേ പറയും. ഫോൺ കൊടുക്കുമ്പോൾ ശരത്ത് ഫോൺ എടുത്തിട്ട് പറയും, സോറി ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല ചേച്ചി വിളിച്ചത് എനിക്ക് അറിയാൻ പറ്റിയില്ല എന്ന് പറയണം. നീ എന്താ വിചാരിച്ചിരിക്കണേ, നീ ഇത്രമാത്രം പറയാൻ മാത്രം നീ എന്നത്ര വളർന്ന് വലുതായേ, നീ ഇങ്ങനെ ഓർഡർ ഇടാൻ മാത്രം നീ ഇത്രയും വലിയവനായോ? സച്ചേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ഫംഗ്ഷന് വരും? സച്ചേട്ടനെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെ ഫംഗ്ഷൻ നടത്താൻ പറ്റും? നിനക്ക് എങ്ങനെ പറയാൻ തോന്നി ശരത്തെ? ഇത് ചോദിക്കുമ്പോൾ പറയാം, എന്ത് വന്നാലും സച്ചേട്ടനെ എന്നെ കണ്ണു ദുഷിച്ച് കണ്ടോടെ എന്നെ വെറുപ്പല്ല ശരത്തെ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, എന്ത് സ്നേഹം കൊണ്ടാണെങ്കിലും അയാൾ എൻ്റെ ഫംഗ്ഷന് വരാൻ പാടില്ല. അയാൾ എൻ്റെ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചി ഞാൻ ഈ ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഞാൻ ഇവിടെ ഫംഗ്ഷനിൽ ഉണ്ടാവില്ല, ഇനി എനിക്കിതിൽ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ശരത്ത് ഫോൺ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാണ്. അങ്ങനെ ലക്ഷ്മി ഫോൺ മേടിച്ചിട്ട് പറയണ, മോള് കേട്ടില്ലേ, ഇതിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ പറയുക, സച്ചിയുടെ വരണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുക മോളെ ചോദിക്കുമ്പോൾ മോള് സച്ചിയും കൂടി വരണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഇനി ആ സച്ചേട്ടനോട് പറയാതെ എനിക്ക് എങ്ങനെ വരാൻ പറ്റും അമ്മേ ഫംഗ്ഷന്? മോളെ എന്താ ചെയ്യണം, അമ്മയ്ക്ക് ഇതിലൊരു സൊല്യൂഷനൊന്നും കിട്ടുന്നില്ല മോളെ, നീ എന്താ ചെയ്യുക? എന്തായാലും ഫംഗ്ഷൻ കുഴപ്പമില്ലാണ്ട് നടക്കണമല്ലോ, നോക്കട്ടെ അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് പറയാണ് രേവതി. അപ്പോഴും സച്ചിൻ അവിടെ അവൻ്റെ മനസ്സ് നന്നാവാനും അവൻ നന്നാവാനും വേണ്ടി സച്ചി എടുക്കുന്ന എഫേർട്ടുകളെല്ലാം മറന്നിട്ട് ശരത്ത് സച്ചിനെ അങ്ങനെ ഒരു ഇതിന്ന് മാറ്റി നിർത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഫംഗ്ഷനിൽ എന്താവും സംഭവിക്കുകയെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ രേവതി ഫോൺ ഇങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ട് അമ്മയുടെ നിസ്സഹായത രേവതിക്ക് മനസ്സിലാവും, പക്ഷേ രേവതിക്ക് എന്താ സൊല്യൂഷൻ എന്ന് അറിയില്ല. അപ്പോൾ ഇനി സച്ചിയോട് എങ്ങനെ വിവരം രേവതി അവതരിപ്പിക്കുന്നു അറിയില്ല. അങ്ങനെ രേവതി ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ എന്ന അച്ഛൻ്റെ വേദനയും ആ അച്ഛനെ താങ്ങി നിർത്തുന്ന നല്ലൊരു സ്നേഹമയ്യായ ഒരു മകൻ്റെ കരുത്തും, അതുപോലെ തന്നെ ഒരിടത്ത്
അവൻ്റെ സ്നേഹം മനസ്സിലാവാതെ അവനോട് പെരുമാറുന്ന അവൻ്റെ അളിയനും, അങ്ങനെ ഒരുമാതിരി ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ നാളത്തെ കഥയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.